ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാര്യസിദ്ധി ഹനുമാൻ മന്ത്രമാണ്. നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിലും അത് സാധിച്ചെടുക്കാൻ വളരെ കാലമായി നടക്കില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചൊരു കാര്യമാണെങ്കിലും അത് സാധിച്ചെടുക്കാൻ ഈ ഒരു കാര്യസിദ്ധി മന്ത്രം നിങ്ങൾ ചൊല്ലിയാൽ മതിയാവും. ദിവസവും വെറും 3 തവണ മാത്രം ചൊല്ലുക. നമുക്കറിയാം, ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് വളരെ നമ്മുടെ എന്തൊരു കാര്യവും വളരെ പെട്ടെന്ന് സാധിച്ചു തരുന്ന ഒരു ദൈവമാണ്. സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ ഈ പറയുന്ന ഹനുമാൻ കാര്യസിദ്ധി മന്ത്രം നിങ്ങൾക്ക് ഏതൊരു ദിവസവും ചൊല്ലി തുടങ്ങാവുന്നതാണ്. അതിനങ്ങനെ വെളുത്ത പക്ഷം കറുത്ത പക്ഷം അങ്ങനെയൊന്നുമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഓസ്പീഷ്യസ് ഡേയ്സിൽ ചൊല്ലി തുടങ്ങുന്നത് വളരെ നല്ലതാണ്. ഇന്ന് കാർത്തിക് പൗർണമി ആയതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നിങ്ങൾക്ക് ചൊല്ലിത്തുടങ്ങാം. ഇല്ലെങ്കിൽ നാളെ വ്യാഴാഴ്ചയും ഭഗവാനുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. വ്യാഴം ഇല്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വ, പിന്നെ മൂലം നക്ഷത്രം വരുന്ന ദിവസം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് കണ്ടാൽ നിങ്ങളുടെ ഒരു ആഗ്രഹം ഭഗവാനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന് മുതൽ ഇത് ചൊല്ലി തുടങ്ങാവുന്നതാണ്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ബാംഗ്ലൂരൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ അറിയാമായിരിക്കും, അവിടെ കാര്യസിദ്ധി ഹനുമാൻ ടെമ്പിളിൽ ഈ ഒരു മന്ത്രം പ്രീസ്റ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് അവിടെ പോകുന്ന ഡിവോട്ടീസിനൊക്കെ അറിയാവുന്ന ഒരു മന്ത്രം കൂടിയാണിത്. എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ വീടാണ്, അപ്പോൾ ആളിവിടെയാണ് ജോലി ചെയ്യുന്നത്. ആളാണ് എനിക്ക് ഈ ഒരു മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഞാനിത് ചൊല്ലി ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടും കൂടി ഇതൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിനു മുൻപും നിങ്ങൾക്ക് ഞാനൊരു ഹനുമാൻ മന്ത്രം പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ ഒരു മന്ത്രം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതൊരു ദിവസം വേണമെങ്കിലും ചൊല്ലി തുടങ്ങാം. ഇത് ചൊല്ലേണ്ടുന്നത് ഒന്നെങ്കിൽ 21 ദിവസം, 48 ദിവസം, അല്ലെങ്കിൽ 108 ദിവസം. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആ ഒരു വ്യാപ്തി, ഇപ്പോൾ ഒരു വീട്, അതേപോലെ ഒരു ജോലി, അബ്രോഡ് പോകണം, മക്കളുടെ വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 48 ദിവസം ഇത് ചൊല്ലാം. അല്ല, ഒരു കുഞ്ഞു കാര്യമാണ്, ഒരു ലോൺ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ ഒരു ചിട്ടി, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെങ്കിൽ ഒരു 21 ദിവസം നിങ്ങളിത് ചൊല്ലിയാൽ മതിയാകും. അപ്പം നമ്മൾ ആദ്യം തന്നെ സങ്കല്പം എടുക്കണം. സങ്കല്പം എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഈസിയാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഒരു പുതിയ മൺവിളക്ക് വാങ്ങിച്ചിട്ട്, ഇപ്പോൾ പുതിയ മൺവിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പുതിയതായിട്ട് ഇത് ചൊല്ലി തുടങ്ങുകയാണ്. അതുകൊണ്ടൊരു പുതിയ മൺവിളക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ബ്രാസിൻ്റെ വിളക്കുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും. ഇനി പുതിയ മൺവിളക്ക് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, പഴയത് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അതിനും കുഴപ്പമൊന്നുമില്ല. പുതിയത് വാങ്ങിക്കാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും പുതിയത് വാങ്ങിച്ച് അത് നന്നായിട്ട് കഴുകി തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് കിഴക്കോട്ട് ജ്വാല വരത്തക്ക രീതിയിൽ കൊളുത്തി അതിനു മുൻപിലിരുന്നാണ് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത്. ഇനിയൊരു സംശയം വരും, ഇപ്പോൾ 21 ദിവസം, 48 ദിവസം, അല്ലെങ്കിൽ 108 ദിവസം ഞങ്ങളിത് ചെയ്യുമ്പോൾ നോൺ വെജ് കഴിക്കാമോ? അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ. ഇത് നമ്മൾ ബ്രഹ്മചര്യം പാലിച്ച് നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ചൊല്ലിയാൽ അതിന് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും. നമ്മളെപ്പോഴും നോക്കുന്ന എന്താണ്, ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ഫലം ലഭിക്കാം എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അങ്ങനെ അല്ലാത്തവർ, ഇപ്പം നോൺ വെജ് ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലിയിട്ട് നോൺ വെജ് കഴിക്കാം. അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് യാതൊരു കുഴപ്പവും വരാനില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് രീതിയിൽ വേണമെന്നുള്ളത്. 2 രീതിയിലും നമുക്കിത് ഫോളോ ചെയ്യാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലാണ്, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മളൊരല്പം ത്യാഗം ചെയ്യണം. നോൺ വെജൊക്കെ ഒഴിവാക്കി, ഇപ്പം ഭാര്യയോ ഭർത്താവോ ആണിത് ചൊല്ലുന്നെങ്കിൽ ബ്രഹ്മചര്യമൊക്കെ പാലിച്ച് ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലം കിട്ടും. അതുകൊണ്ട് അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരികയാണ്. നിങ്ങൾക്കാണ് അറിയാവുന്നത് നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം എത്രമാത്രം വലുതാണ് സാധിച്ചെടുക്കാൻ എന്നുള്ളത്. അപ്പോൾ അത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് ഏത് സമയത്ത് ചൊല്ലണം എന്നുള്ളതാണ്. രാവിലെയോ വൈകിട്ടോ
അതും നിങ്ങളുടെ താല്പര്യമാണ്. രാവിലെ എന്ന് പറയുമ്പം ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 7 മണിക്കുള്ളിൽ, വൈകിട്ട് ഒരു 5:30 മുതൽ രാത്രി ഒരു 9 മണിക്കുള്ളിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് ചൊല്ലാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതായത് ഒന്നെങ്കിൽ രാവിലെ ആണെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ വൈകിട്ട്. ഇനി ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളൊരു യാത്രയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പോകുന്ന സമയത്ത് അവിടെ പോയിരുന്ന് ഫോണിൻ്റെ സ്ക്രീനിൽ ഹനുമാൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് നോക്കി ചൊല്ലിയാൽ മതി. ദീപം കൊളുത്തണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇപ്പോൾ ഇന്നാണെങ്കിലും എന്നാണോ നിങ്ങൾ തുടങ്ങുന്നത് ആ സമയത്ത് കുളിച്ച് വൃത്തിയാകണം. കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുൾപ്പെടെ കുളിച്ച് വൃത്തിയാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി രാവിലെ കുളിക്കാൻ പറ്റാത്തവർക്ക് വൈകിട്ട് കുളിക്കാമല്ലോ. അപ്പോൾ വൈകിട്ട് കുളിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലണം. ഇനി ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നാണ് ഞങ്ങൾ തല കഴുകുന്നത്, അല്ലെങ്കിൽ 2 പ്രാവശ്യമേ ഞങ്ങൾ തല കഴുകൂ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കി തരികയാണ്. നിങ്ങളിപ്പോൾ ഇന്ന് തല കഴുകി കുളിച്ചു, നിങ്ങൾ ഇന്ന് ഈ മന്ത്രം ചൊല്ലി, നാളെ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലണം. നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തല നനച്ചിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നോൺ വെജ് കഴിച്ചാൽ കംപ്ലീറ്റ് നമ്മൾ കുളിച്ച് ശുദ്ധമാക്കിയിട്ട് മാത്രമേ ഈ ഒരു മന്ത്രം ചൊല്ലാവുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. ഇപ്പം ആഴ്ചയിൽ 2 പ്രാവശ്യം തല കഴുകുന്നവരാണെങ്കിലും 3 പ്രാവശ്യം തല കഴുകുന്നവരാണെങ്കിലും ഈ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഇനി നിങ്ങൾ ആ ഒരു ഭാഗം, ഇപ്പോൾ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വിഗ്രഹമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വെച്ചാണോ പൂജ ചെയ്യുന്നത് ആ ഭാഗം ഒന്ന് മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ചിട്ട് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പൂവോ പൂമാലയോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ 21 ഡേയ്സും വെറ്റിലമാല 11 7 21 വെറ്റിലമാല ചാർത്തിക്കൊണ്ടാണെങ്കിൽ നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുഷ്പമെങ്കിലും ഹനുമാൻ സ്വാമിക്ക് സമർപ്പിച്ചിട്ട് ഹനുമാൻ സ്വാമിയുടെ മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കണം. കൊളുത്തി വെച്ചിട്ട് നമ്മൾ സങ്കല്പ മുദ്ര ചെയ്യുകയാണ്. സങ്കല്പ മുദ്ര എന്താണെന്നുള്ളത് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ദീപം കൊളുത്തിയതിന് ശേഷം നമ്മുടെ നടു നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നമ്മുടെ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ച് അടച്ച് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിൽ കൊണ്ടുവരിക. ആ സമയത്ത് വേറെ ചഞ്ചലങ്ങളൊന്നും പാടില്ല. നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം മാത്രമായിരിക്കണം നിങ്ങളുടെ എയിം ആൻഡ് ഫോക്കസ്. ഇത് ഫസ്റ്റ് ഡേ മാത്രം ചെയ്താൽ മതിയാവും ഈ ഒരു സങ്കല്പ മുദ്ര എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഒരു ആഗ്രഹം, അതെന്ത് ആഗ്രഹവുമായിക്കൊള്ളട്ടെ, ഭഗവാനെ ആ ആഗ്രഹം എനിക്ക് സാധിച്ചു തരാൻ എൻ്റെ മുമ്പിലുള്ള ഡിഫിക്കൽട്ടീസ്, തടസ്സങ്ങൾ അതെന്തായാലും മാറ്റിത്തന്ന് എനിക്ക് ഈ ആഗ്രഹം സാധിച്ചു തരണം. എത്ര ദിവസമാണോ നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ ആഗ്രഹിക്കുന്നതെന്നും കൂടി പറയണം. അതായത് ഇപ്പോൾ എനിക്കൊരു ജോലിയാണെങ്കിൽ വളരെ കാലമായിട്ട് ഞാനൊരു ജോലിക്ക് വേണ്ടി അലയുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടാനായിട്ട് അങ്ങ് എന്നെ സഹായിക്കണം. അതിന് എൻ്റെ മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ഈ കാര്യസിദ്ധി ഹനുമാൻ മന്ത്രം 21 48 108 എത്ര ദിവസമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും ദിവസം ചൊല്ലിയേക്കാം. അതാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെ നമ്മൾ സങ്കല്പം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലണം. മന്ത്രം ഞാൻ പറഞ്ഞു ആകെപ്പാടെ നമ്മൾ 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിലൊന്നും ഒരിക്കലും ചൊല്ലരുത്. മന്ത്രം ഇതാണ്: ത്വമസ്മിൻ കാര്യനിർയോഗേ പ്രമാണം ഹരിസത്തമാ ഹനുമൻ യജ്ഞമാസ്ഥായ ദുഃഖക്ഷയകരോ ഭവ. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ഒന്നും കൂടി പറയാം. ത്വമസ്മിൻ കാര്യനിർയോഗേ പ്രമാണം ഹരിസത്തമാ ഹനുമൻ യജ്ഞമാസ്ഥായ ദുഃഖക്ഷയകരോ ഭവ. ഇതാണ് ആ ഒരു മന്ത്രം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്നും കൂടി പറഞ്ഞു തരാം. ഓ ഹനുമാൻ സ്വാമി, അങ്ങാണ് ഏറ്റവും വലിയ ഉദാഹരണം. എന്തിൻ്റെ? എത്ര വലിയ കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണെങ്കിലും അത് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് മുൻപിലുള്ള ഉദാഹരണമെന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയാണ്. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള എൻ്റെ ശ്രമങ്ങളെ നിയന്ത്രിച്ച് എന്നെ സംരക്ഷിക്കണമേ. ഇതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അർത്ഥം മനസ്സിലാക്കി നമ്മൾ 3 പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലുക. ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിച്ച് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതായിരിക്കും. ഇനി ഈ ഒരു 3 പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ട്
സമയമുള്ളവർക്കും സാധിക്കുന്നവർക്കും പറ്റുന്നവർക്കും ഒരു പ്രാവശ്യം ഹനുമാൻ ചാലിസയും കൂടി ജപിക്കാവുന്നതാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടം. ജപിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ജപിക്കാം. ഇനി ഭഗവാന് നിവേദ്യം വെക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുമ്പോൾ പൂജാമുറിയിൽ നിവേദ്യം വെക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഭഗവാനും എന്തെങ്കിലും ഒരു നിവേദ്യം വെക്കാം. അവലോ വെണ്ണയോ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ സെയിം സമയം അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഒരു 10 ദിവസം ചൊല്ലി നിങ്ങളുടെ ആഗ്രഹം നടന്നാലും നിങ്ങൾ എത്ര ദിവസമാണോ സങ്കല്പം എടുത്തിരിക്കുന്നത് അത്രയും ദിവസം ചൊല്ലി ഇത് കംപ്ലീറ്റ് ചെയ്യാനും ശ്രമിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇത് ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.